ലേറ്റർസോർ ഹവാസ് ഫയർ. ഇത് നമ്മുടെ റസാസി ഹവാസ് ഫയറിൻ്റെ ഇൻസ്പയർഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നത് നമുക്ക് അത്യാവശ്യം പരിചിതമായ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണത്. ഇത് നമ്മുടെ ഇമ്പീരിയൽ വാലി, മർജ് ആ ഒരു കാറ്റഗറിയിലൂടെ പോകുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. മർജിൻ്റെ അത്രയും കുത്തലില്ല, ഇമ്പീരിയൽ വാലിൻ്റെ ആ ഒരു ലെവലിൽ എന്ന് പറയാം. പിന്നെ ആ ഒരു ഓപ്പണിങ്ങിൽ ഇതിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൈസി ഹിൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ടിപ്പിക്കൽ നോട്ട്സ് ആയിട്ടുള്ള ഒരു ആംബർ, ലെതറി, വുഡി ആ ഒരു നാച്ചുറൽക്ക് പോകുന്ന ഒരു പെർഫ്യൂമാണ്. ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള സെൻ്റ് ഒന്നുമല്ല. പിന്നെ മർജ് പലർക്കും എടുക്കാനുള്ളൊരു താല്പര്യക്കുറവ് അതിൻ്റെ ആ ഒരു കുത്തണ നാച്ചുറാണ്. പക്ഷേ ഇത് അതൊന്നുമല്ല, ഇത് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ വരുന്ന പെർഫ്യൂം തന്നെയാണ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരു 2+ hours ഇതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു 7+ hours ലോഞ്ചിവിറ്റിയും കിട്ടുന്നുണ്ട്. കോട്ടൺ ഡ്രസ്സുകളൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു യൂണിസെക്സ് നാച്ചർ വരുന്ന പെർഫ്യൂം തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇത് എന്താ പറയുക, അത്ര ഒരു പാർട്ടിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ഡേ ടു ഡേ യൂസിനായിരിക്കും എന്നുള്ളതാണ്. സോ ഒരു ഡെയിലി വെയർ പെർഫ്യൂമായിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം.